നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം, അല്ലേ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ചില അച്ഛന്മാരായാലും മൂല്യന്മാരായാലും സ്വാമിമാരായാലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അത് ഹിന്ദുക്കളുടെ മാത്രം ഉത്സവമാണ്, അത് ക്രിസ്ത്യാനികളുടെ ഉത്സവമല്ലാന്നും അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഉത്സവമല്ലാന്നും ഇതൊക്കെ പറയുന്ന ചില മൂല്യന്മാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഉള്ള ഒരു മറുപടി കോതമംഗലം SMH സ്കൂളിലെ അവിടുത്തെ വികാരിയായ ഫാദർ ജോസഫ് വെട്ടുകുഴിച്ചാലിൽ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, അദ്ദേഹം ഈ അവിടുത്തെ ഓണാഘോഷ പരിപാടി ഒരു സ്റ്റേജിലൂടെ അവതരിപ്പിച്ചു. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തു ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. അതായത് കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അതായത് വർഗീയതയില്ല, അല്ലെങ്കിൽ മറ്റുള്ള അവൻ ഇവൻ നീ മറ്റേ ജാതി മറിച്ച ജാതി എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. മാജിക്കിന്റെ മന്ത്രം അറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഫോക്കസ് ഫോക്കസ് ഹാബ്ര കടാബ്ര എന്ന് പറഞ്ഞേ. ഫോക്കസ് ഫോക്കസ് ഹാബ്ര കടാബ്ര. ഇനി എല്ലാവരും ശ്രദ്ധരായിട്ട് ശ്രദ്ധിച്ചേക്കണം, അതായത് മാജിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ശ്രദ്ധിച്ചു നോക്കണം. അപ്പൊ നമ്മള് എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു 2 അക്കം കെട്ടിയ 3 റോപ്പുകൾ. അതിന്റെ കളറുകൾ പറഞ്ഞ കളറുകൾ ഓക്കെ. 3 റോപ്പാണ്. ഈ 3 റോപ്പിന്റെ കളറുകൾ പറഞ്ഞേ. അപ്പൊ ഇത് 3 എണ്ണം. ഓക്കെ, ഞാൻ ആദ്യം റെഡ്. ഇത് 3ഉം ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുമ്പോൾ 3 മതങ്ങൾ ഏതൊക്കെയാണ്? ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ മഞ്ഞ കളറുള്ള ഹിന്ദു മതത്തെ സൂചിപ്പിക്കുക. അപ്പൊ ഹിന്ദുക്കൾ പറയുകയാണ്. ഇപ്പൊ നമ്മളറിയാം, ഈ ഓണം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ ഹിന്ദുക്കൾ പറയാണ്, ഇത് ഞങ്ങളുടെ മാത്രം ആഘോഷമാണ്, ഇത് വേറെ ആർക്കും ആഘോഷിക്കാൻ പറ്റില്ല. ഞാനിത് കെട്ടുവാണ് കേട്ടോ. ഈ മഞ്ഞ റോപ്പ് മാത്രം ഇങ്ങനെ കെട്ടുവാണ് കേട്ടോ. മഞ്ഞ മാത്രം കെട്ടി. ശ്രദ്ധിച്ചു നോക്കണം. ഇനി എത്ര കൂടെ ഉണ്ട്? ബാക്കി 2 റോപ്പുണ്ട്. അന്നേരം ക്രിസ്ത്യാനികൾ, അതാണ് ഈ റെഡ് കേട്ടോ. ക്രിസ്ത്യാനികൾ പറയാണ്, ഓണം ആഘോഷിക്കാൻ പാടില്ല, വിഗ്രഹാരാധനയാണ്, നമ്മൾ ഓണത്തിന് ഓണാശംസ എന്ന പാപമാണ്, അത് അസുരന്റെയാണ്, അപ്പൊ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ ഓണം ആഘോഷിക്കാൻ വലിയ വിഷയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര് പറഞ്ഞു? ക്രിസ്ത്യാനികൾ. അതുപോലെ ഒരുപാട് വിവാദങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ ഈ 2ാമത്തെ റോപ്പും കെട്ടി. ഏത് കളർ ഏതാണ്? ഇനി പച്ചയാണുള്ളത്. പച്ച മുസ്ലിം വിഭാഗം. അവർ പറയാണ്, ഞങ്ങൾക്ക് ഓണവും വേണ്ട, ക്രിസ്മസും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ട്, പെരുന്നാളുണ്ട്, ഞങ്ങൾ അത് ആഘോഷിച്ചോളാം, അതുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടിക്കൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ മാറി നിൽക്കുവാണ് അല്ലേ. അപ്പൊ അങ്ങനെ മൊത്തം ഈ 3 മതങ്ങൾ നമ്മളിങ്ങനെ വഴക്കാണ്. അപ്പൊ ഞാൻ ഈ 3 ഈ റോപ്പിന് കെട്ടിയില്ലേ? 3 വ്യത്യസ്തമായിട്ടുള്ള കളറിലുള്ള റോപ്പാണ്. 3 റോപ്പും കെട്ടി 3 വ്യത്യസ്തമായ റിംഗ് ആയില്ലേ? 3 വ്യത്യസ്തമായ റിംഗ്. ഇനി മാറി നിൽക്കുവാണ്. ഈ ഓരോ മതങ്ങൾ ഇങ്ങനെ അടി കൂടിക്കൊണ്ട് ഞങ്ങളുടെ ആഘോഷങ്ങൾ ഞങ്ങളുടെയാണ്, അതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി മാറി നിൽക്കുവാണ്. അന്നേരമാണ് കുറച്ച് ജെൻസി പിള്ളേർ നിങ്ങളെ കൊണ്ടുവരും, നിങ്ങൾക്ക് ഇതൊന്നും പിടിക്കുന്നില്ല, ഇത് പറയണേ, നിങ്ങൾക്ക് ഓണം എന്ന് പറയുമ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കണം, ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യണം അല്ലെ. ഞാനിത് പള്ളിയിൽ നോക്കും, കുറെ പിള്ളേരാണ് പള്ളിയിൽ ഫോട്ടോ ഷെയറൊക്കെ ഇട്ട്. അപ്പൊ ഈ ദിവസം നമ്മുടെ സൗകര്യത്തിൽ വിവാഹമൊന്നും വിഷയമായിട്ട് നമുക്ക് ഓണം എന്ന് പറയുന്നത് കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് അടിച്ചുപൊളിച്ച് സുന്ദരിമാരിക്ക് നോക്കിയേ എത്ര മനോഹരമായിട്ടാണ് സുന്ദരിമാരുമായിട്ട്
മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്നായിട്ട് ഒരുമയോടെ ആഘോഷിക്കും. നോക്കിയോ, മാറ്റി സംഭവിക്കാൻ പോവുകയാണ്. നമ്മളിങ്ങനെ പരസ്പരം മാറി തെറ്റുകയല്ല, ഒരുമയുടെ ഓണാഘോഷം. അതാണ് ഈ ഓണത്തിന്റെ സന്ദേശം. നോക്കുക, 1 2 3 സ്റ്റാർട്ട്. ഒറ്റ വലിയൊരു റിങ്ങായിട്ട് മാറി, 3 വ്യത്യസ്തമായ ലുക്കിലുള്ള 3 റിങ്ങായിട്ട് ഒറ്റ റിങ്ങായിട്ട് മാറി. ഇതാണ് ഒരുമയുടെ. മനസ്സിലായോ? അപ്പൊ അതാണ് ഇതിനോട് കണ്ടല്ലോ, ഇതാണ് ഒരുമ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയുള്ള അച്ഛന്മാരും ഉണ്ടെന്ന് പറയുന്നു. അപ്പം ഇപ്പം ചില ആളുകളൊക്കെ പറയുന്നു ഇത് ഹിന്ദുക്കൾക്ക് ആഘോഷിച്ച പോരെ, അത് നമുക്ക് വേണം. വലിയ വലിയ മത പുരോഹിതന്മാരൊക്കെയാണ് ഇത് പറയുന്നത്. അത് ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഒക്കെ, ഹിന്ദു ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെയൊന്നുമില്ല. ഇത് പഴയ കാലത്ത് ഹിന്ദുക്കളുടെ ഉത്സവമായിരുന്നു പറയുന്നു. എന്നാൽ 1960-ലോ 50-ലോ പട്ടംതാണും പിള്ള, കറക്റ്റായിട്ട് എനിക്ക് ആ വർഷം ഓർമ്മയില്ല, പട്ടംതാണും പിള്ള മന്ത്രി ആയിരിക്കുന്ന സമയത്ത്, മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അത് ഏകോപിപ്പിച്ചിട്ട് കേരളീയരുടെ ഒരു ദേശീയ ഉത്സവമായിട്ട് ഇത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ അന്ന് മുതൽ ഇത് കേരളീയരുടെ ദേശീയ ഉത്സവമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ വർഗീയത ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ, അച്ഛന്മാരായാലും മൂല്യന്മാരായിരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിലെ സ്കൂളുകളിലൊന്നും ഇത് ഇടേണ്ട കാര്യമില്ല. എന്ത് പൂച്ചണ്ട് പൂക്കളൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ഇതേപോലെ ഒരു മുസ്ലിം ടീച്ചർ ഇതുപോലെ ഉണ്ടായി. എല്ലാ കൊല്ലവും ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഓണാകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചില ഒരു ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ഇവരെ ആരെയും കുറ്റപ്പെടുത്തില്ല, കാരണം അവരെന്താ അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും ഇപ്പം കേരളീയർ ദേശീയോത്സവമായിട്ട് ഓണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് എല്ലാവരും കൊണ്ടാടുന്നത്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രൈസ്തവനെന്നോ വ്യത്യാസമില്ലാതെ. അപ്പം അങ്ങനെ ഒരുമയോടെ ഉള്ള ഒരു ഓണാഘോഷമാണ് ഇപ്പം നമ്മൾ കണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ട് പിന്നെ ഞാൻ കാണിച്ചു തന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഇനി അതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ഇത് 22-ാം തീയതി എന്തോ അന്ന് നടന്ന ഒരു പരിപാടിയാണ്, ഓണത്തിന് മുമ്പായിട്ട് തന്നെ. ഓണം ഇപ്പോൾ നാളെ ആണെന്നുണ്ടെങ്കിൽ, അപ്പം എല്ലാ മതത്തെയും അവിടെ ക്രിസ്ത്യൻ മാത്രമല്ല, മുസ്ലിം ഉണ്ടോ ഹിന്ദു ഉണ്ടോ, അപ്പോൾ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് ഒരു കുടക്കുഴിയിൽ അല്ലെങ്കിൽ ഒരു ഈ അച്ഛൻ്റെ ഒരു ഇതിൽ നിർത്തിയായിട്ട് അച്ഛന് വേണ്ട രീതിയിലുള്ള ഒരു ഓണാഘോഷമാണ് ഇപ്പോൾ നടത്തിയത്. കാരണം എന്തൊരു സന്തോഷമായിട്ടുള്ളൊരു ഓണാഘോഷം ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതാണ് അതിൻ്റെ ഒരുമ എന്ന് പറയുന്നത്. ശരി, എന്താണെന്ന് നിർത്തുന്നു. ബൈ.